ഓപ്പോയുടെ ഓപ്പോ K12 പ്ലസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ K12 പ്ലസ് 5G എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഓപ്പോ K12 പ്ലസ് 5Gയിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വരുന്നതായിരിക്കും. അമോലെഡ് ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. ഫോണിൻ്റെ വെയിറ്റ് വരിക ഏകദേശം 193 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 8.37 mm ആയിരിക്കും. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു 5G പ്രോസസ്സറൊക്കെ തന്നെയാണ്. 25,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഇത്. പിന്നെ 5G സപ്പോർട്ട് ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ 8 GB റാം വെർഷനും അതുപോലെ തന്നെ 12 GB റാം വെർഷനും വരുന്നതായിരിക്കും. ഇന്റേണൽ കാര്യത്തിൽ 256 GB ഇന്റേണൽ വെർഷനും 512 GB ഇന്റേണൽ വെർഷനും വരുന്നതായിരിക്കും. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരും. അപ്പോൾ ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള കളർവോയ സോഫ്റ്റ്വെയർ ആയിരിക്കും വരിക. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരും. ഇതിൽ വോയിസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പിന്നെ രണ്ടാമത് 8 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ആയിരിക്കും വരിക. ഓൺ പേപ്പർ തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6400 mAh ബാറ്ററി ഈ ഫോണിൽ വരുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിൽ 10Aയിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ ആദ്യം ലോഞ്ച് ചെയ്യുക. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. പക്ഷെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ചൈനീസ് മാർക്കറ്റിലുള്ള ഓപ്പോ K12 സീരീസ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ OnePlus Nord C4 അതുപോലെ തന്നെ C4 ലൈറ്റ് എന്നീ പേരുകളിലൊക്കെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫോണും OnePlusൻ്റെ ഒരു ഫോണായിട്ട് ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. Nord C4 സീരീസിലുള്ള ഒരു ഫോണായിട്ട് ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ OnePlus Nord C4 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ 23,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം അവൈലബിൾ ആണ്. അതിലും ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് വരുന്നത്. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും സെയിം ആയിട്ടുള്ള പ്രോസസ്സറും സിമിലർ ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടിയൊക്കെ കൂടിയേക്കാം. ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ OnePlus ബ്രാൻഡിങ്ങിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഓപ്പോയുടെ K12 പ്ലസ് എന്ന പേരിൽ തന്നെ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ഓപ്പോ പൊതുവെ കുറച്ചും കൂടി ഓഫ്ലൈൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണാണ്. അപ്പം വില ഒരു 26,000 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെയും എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഓപ്പോയുടെ K12 പ്ലസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.